വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടി വെച്ചിട്ടുള്ള ഒരു വൈനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ. പിന്നെ വെജിറ്റബിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം വെളുക്കാനും കൂടിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഈ വൈനിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു വൈനാണ്. അപ്പൊ വൈനിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. 5 കിലോ തണ്ണിമത്തന എടുത്തേക്കുന്നത്. ഒരു ബീട്രൂട്ട്, മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് ആട്ടോ 5 കിലോ തണ്ണിമത്തന് വേണ്ടത്. ഈ ബീട്രൂട്ട് ചേർക്കുമ്പോൾ വൈനിന് നല്ല കളറും കിട്ടും, പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും. 250 ഗ്രാം പഞ്ചസാര. ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഈ മധുരം ഇത്ര മധുരം മതി. പിന്നെ നിങ്ങളൊന്ന് ചെയ്യണം, തണ്ണിമത്തൻ മുറിക്കുമ്പോൾ തണ്ണിമത്തന് എത്ര മധുരം ഉണ്ട് നോക്കണം. അതനുസരിച്ച് വേണം പഞ്ചസാര കൂട്ടാനും കുറയ്ക്കാനും. ഒരു പിടി ഗോതമ്പ്. ഈ വൈനിന് ഇങ്ങനത്തെ ഫുൾ ഗോതമ്പ് തന്നെ എടുക്കാൻ പാടുള്ളൂ, നുറുക്ക് ഗോതമ്പ് പാടില്ല. ഗോതമ്പ് എടുക്കുമ്പോൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഡ്രൈ ആക്കി എടുക്കണം. 1 ടേബിൾ സ്പൂൺ സാധാരണ വെളുത്ത മുന്തിരി, 1 ടീസ്പൂൺ കറുത്ത മുന്തിരി, ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ സ്പൈസസ് ആണ് 3 ഏലക്ക, 8 ഗ്രാമ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക്, 1 സ്റ്റാർ, 3 കഷ്ണം ചെറിയ 3 കഷ്ണം പട്ട. ചെറിയ കഷ്ണം എന്ന് പറയുമ്പോൾ ഇത്ര സൈസേ ഉള്ളൂ കേട്ടോ. 300 ml വെള്ളം. വെള്ളം ഇത്ര കുറവ് എടുക്കാൻ കാരണം തണ്ണിമത്തനിൽ നല്ല വെള്ളം ഉണ്ടാവും. ഈ ബീട്രൂട്ട് വേവിക്കാൻ മാത്രമുള്ള വെള്ളം നമുക്ക് വേണ്ടു. 300 ml വെള്ളം. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈസ്റ്റ്. 1 ടീസ്പൂൺ ഈസ്റ്റ്. ഫസ്റ്റ് നമുക്ക് ഈ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കണ ഈ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ബീട്രൂട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചേക്കണ ഇഞ്ചി ഇടാം. 300 ml വെള്ളം ചേർക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം നമുക്ക്. ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയിട്ടാ. ബീട്രൂട്ട് നല്ലോണം തിളച്ചുവിട്ട. ഇതിൻ്റെ പാകം അറിയാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മളിതിൽ ഇഞ്ചി ചതച്ചിടുന്നില്ലേ, തിളയ്ക്കുമ്പോൾ നല്ലോണം ആ ഇഞ്ചി നീരിൻ്റെ സ്മെല്ല് നമുക്ക് വരും. അപ്പം നമുക്ക് മനസ്സിലാക്കാട്ട പാകമായി എന്നുള്ളത്. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക. ബീട്രൂട്ടിൻ്റെ ഈ മിക്സ് നല്ലോണം തണുക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് വൈൻ സെറ്റ് ചെയ്യാം. ബീട്രൂട്ട് വേവിച്ച് നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5-6 മണിക്കൂർ വേണ്ടി വന്നു എനിക്ക് തണുപ്പിച്ചെടുക്കാനായിട്ട്. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെയാണ് തണുപ്പിച്ചെടുത്തത്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക്. തുണിയിൽ അരിപ്പയില എന്തിൽ വേണമെങ്കിൽ അരിക്കാം കേട്ടോ. എല്ലാം പിഴിഞ്ഞെടുത്തു കേട്ടോ. ഇത് മാറ്റി വെച്ചിട്ട് തണ്ണിമത്തൻ റെഡിയാക്കാം. തണ്ണിമത്തൻ കട്ട് ചെയ്ത് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കണം. കുരു ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. തണ്ണിമത്തനൊക്കെ ക്ലീൻ ആക്കി എടുത്തു. ഒരു കുരു പോലും ഇല്ല കേട്ടോ. അതിൻ്റെ കഴമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ജ്യൂസ് അടിക്കാം. ഒരു ട്രിപ്പ് ജ്യൂസ് അടിച്ചു ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതുപോലെ ബാക്കി എല്ലാ തണ്ണിമത്തനും ജ്യൂസ് അടിച്ചെടുക്കാം. എല്ലാ തണ്ണിമത്തനും ജ്യൂസ് അടിച്ചെടുത്തു. ഇനി നമുക്കിത് തുണി വെച്ച് അരിച്ച് വേണം കുപ്പിയിലേക്ക് മാറ്റാനായിട്ട്. ഒന്നും കൂടി കുഴിയാക്കി വെക്കണം. പിഴിയട്ടെ. എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. ഈ ചണ്ടിയൊന്നും നമുക്ക് വേണ്ട. ഇത് മാറ്റി വെച്ച് ഇതുപോലെ എല്ലാം കുപ്പിയിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. തണ്ണിമത്തൻ ജ്യൂസ് മുഴുവനും അരിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഈ സ്പൈസസ് ഒന്ന് ചതച്ചെടുക്കാം. 1 സ്റ്റാർ, 3 ഏലക്ക, ഗ്രാമ്പ്, പട്ട, കുരുമുളക്. സ്പൈസസ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വൈൻ കുപ്പിയിലേക്ക് ഇടാം. അരിച്ച് വെച്ചേക്കുന്ന ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 2 ടൈപ്പ് മുന്തിരിയും ചേർക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 250 ഗ്രാം പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്.
നിങ്ങളുടെ തണ്ണിമത്തൻ്റെ അളവനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയോ ചെയ്തോളാം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം കൂടുമ്പോഴാണ് ഇളക്കാൻ പോണത്. ആ 3-ാമത്തെ ദിവസം മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കുറവ് തോന്നുകയാണെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർക്കണം കേട്ടോ. ഗോതമ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ വൈനും പറയുന്ന പോലെ തന്നെ എടുക്കണ സാധനങ്ങളൊക്കെ ഡ്രൈ ആയി ഇരിക്കണം. കുപ്പിയുടെ പുറത്തൊക്കെ ജ്യൂസ് ആയി ഉണ്ടാവും പിഴിഞ്ഞപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഒരുപാട് ടൈറ്റ് ആക്കണ്ട. ഇത് നമ്മൾ 15 ദിവസം വെച്ച് 16-ാമത്തെ ദിവസമാണ് എടുക്കാൻ പോണത്. ഈ 15 ദിവസത്തിൻ്റെ ഇടയിൽ 3 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഡെയിലി ഇളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 4 പ്രാവശ്യമാണ് നമ്മൾ ഇളക്കാൻ പോണത്. ഇനി നമുക്കിത് 16-ാമത്തെ ദിവസം എടുക്കാം. വൈൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് 16 ദിവസമായിട്ടാണ്. 15 ദിവസം വരെ നമ്മൾ 3 ദിവസം ഇടവിട്ട് ഇളക്കി കൊടുത്ത് 16-ാമത്തെ ദിവസമാണ് നമ്മളിത് അരിച്ചെടുക്കാൻ പോണത്. ഇനി നമുക്ക് തുറക്കാം. ഇത് നമ്മൾ പൈപ്പ് വെച്ചൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഒരുപാട് ഇതിൽ കളയാനായിട്ടുണ്ടാവില്ല. ആ മുന്തിരിയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അരിക്ക വെച്ചെണ്ണ അരിച്ചാൽ മതി. എന്നിട്ട് ആ മുന്തിരി മാത്രമേ ഉണ്ടാവുള്ളൂ. വല്ലാണ്ട് മറ്റുള്ളതൊക്കെ അടിയിലുണ്ട് ഇട്ട ആ ഗോതമ്പിൻ്റെയും പിന്നെ കുറച്ച് മുന്തിരിയുടെയും ഒക്കെ ആയിട്ട് ഇത് നമുക്ക് കളയാം. നമുക്കിത് വേറെ കുപ്പിയിലാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ വേറെ കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കുപ്പിയിലാക്കിക്കോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ കുപ്പി കഴുകണ്ട കേട്ടോ. ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒഴിച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിത് അടച്ചിട്ട് 3 ദിവസം തെളിയാനായിട്ട് വെക്കാം. അതിൻ്റെ ശേഷം നമുക്ക് വൈൻ എടുത്താൽ മതി. വൈൻ തെളിയാൻ വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് ഇന്ന് 4-ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് കുപ്പി അനക്കാണ്ട് ഒഴിക്കാൻ പോവുക. അനക്കാണ്ടെന്ന് പറയാൻ കാരണം കുപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അടിയിൽ കുറച്ചും കൂടി മട്ടുണ്ട്. വൈനിലേക്ക് ആ മട്ട് ഒട്ടും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നേക്ക് ഇപ്പം കറക്റ്റ് 20 ദിവസമാണ് കേട്ടോ നമ്മൾ വൈൻ വെച്ചേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ വൈൻ സെറ്റ് ചെയ്ത് 15 ദിവസം വെച്ച് 16-ാമത്തെ ദിവസം എടുത്തിട്ടാണ് തെളിയാൻ 3 ദിവസം വെച്ചത്. 3 ദിവസം കഴിഞ്ഞ് ഇന്ന് 4-ാമത്തെ ദിവസം എടുക്കുകയാണ്. അങ്ങനെ കറക്റ്റ് 20 ദിവസമാണ് കേട്ടോ വന്നേക്കണേ. പിന്നെ തെളിയാനായിട്ട് ഞാൻ 3 ദിവസം വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം. വൈൻ നമ്മൾ തെളിയാനായിട്ട് എത്ര ദിവസം വെക്കണോ അത്രയും ടേസ്റ്റും കൂടും വീര്യം കൂടും കേട്ടോ. ഇനി നമ്മളിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കുപ്പിയുടെ അടിയിൽ കുറച്ച് മട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വൈൻ ഏതിലാണോ എടുത്ത് വയ്ക്കാൻ പോണേ ആ കുപ്പിയിലേക്ക് മാറ്റാം. കുപ്പിയിലേക്ക് ഒരു ഫണൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫണൽ. അപ്പം നമ്മുടെ വൈൻ റെഡി ആയിട്ടാ. കളർ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ. വൈനും അതുപോലെ നല്ല ടേസ്റ്റാണ്. തണ്ണിമത്തൻ എത്ര ടേസ്റ്റാന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ വൈനും കൂടി ആകുമ്പോൾ എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു. ബൈ.